കേരള സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേട് പരാതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് ന്യൂസ് മലയാളത്തോട്. ക്രമക്കേട് സംബന്ധിച്ച് മുൻ വിസിക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നോ എന്ന് അറിയില്ലെന്നും കെ ശിവപ്രസാദ് പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിനുള്ള ഇ ഗവേണൻസ് കരാർ, താൽക്കാലിക ജീവനക്കാരുടെ നിയമനം, സിൻഡിക്കേറ്റ് അംഗങ്ങൾ യൂണിവേഴ്സിറ്റി വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയവയാണ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രധാന ആരോപണങ്ങൾ. നിലവിലെ വിസിക്ക് ഓഡിറ്റ് റിപ്പോർട്ട് നൽകാതെ പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. എന്റെ മുന്നിൽ ഔദ്യോഗികമായിട്ട് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഔദ്യോഗികമായിട്ട് എത്തിയിട്ടില്ല. ആണല്ലേ. ഇതിലിപ്പോ ഇവര് ഈ നിവേദനത്തിൽ പ്രധാനമായും മറ്റൊരു ആക്ഷേപം കൂടെ ഉയർത്തുന്നുണ്ട്. വിസിക്ക് ഇത് ലഭ്യമാകാതെ ഇവര് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ ആക്ഷേപത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ? വിസി എന്ന് പറയുന്നത് മുൻ വിസി ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പൊ പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നതില് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൂ. അത് പൂഴ്ത്തി വെപ്പാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മറ്റു വിസിക്ക് കിട്ടിക്കാണണം. ആ ഡേറ്റ് ഒന്നും എനിക്കറിയില്ല. ഇത് എന്നാണ് സമർപ്പിച്ചതെന്നോ അതൊന്നും എനിക്കറിയില്ല. പൂഴ്ത്തി വെച്ചു എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു. ഇത് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഹാൻസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, ഈ വിഷയത്തിൽ ആർക്കൊക്കെ എതിരെ നടപടി വരാനാണ് സാധ്യതയുള്ളത്? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ലക്ഷ്മി പത്മ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ AG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരള സാങ്കേതിക സർവകലാശാലയിലെ AG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച വിവരാവകാശ രേഖ പ്രകാരമാണ് AG റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഗുരുതര ക്രമക്കേടുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉടനീളം ഗുരുതര ക്രമക്കേടുകൾ ഇ ഗവേണൻസ് സിസ്റ്റം അടക്കം ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അംഗങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ AG റിപ്പോർട്ട് പൂഴ്ത്തി വച്ചു എന്നാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിസിയുടെ നിലവിലെ വിസി കെ ശിവപ്രസാദിൻ്റെ മറുപടിയിൽ നിന്നടക്കം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം നമ്മളോട് പറയുന്നത് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഔദ്യോഗികമായി നിയമനത്തിലെത്തുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇത്ര ദിവസമായി ഈ AG റിപ്പോർട്ടുമായി സംബന്ധിച്ച് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നൽകുന്ന മറുപടി മാധ്യമങ്ങളിലെ വാർത്തയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു AG റിപ്പോർട്ട് ഉള്ള കാര്യം അറിഞ്ഞത് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കപ്പെട്ടു എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാനമായും ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കാരണം എന്നും അവർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അടുത്ത ദിവസം ഈ AG റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ തന്നെ ഇതിൽ നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും VC നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഗവർണറും VCയുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളെല്ലാം തന്നെ. അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവ് വരെ ഡോക്ടർ സജി ഗോപിനാഥ് ആയിരുന്നു കേരള സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC. ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് ലഭ്യമായിരുന്നോ എന്നതിലും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലെ VCക്ക് വ്യക്തതയില്ല. എന്തായിരുന്നാലും ഈ AG റിപ്പോർട്ട് പ്രകാരം ഗുരുതര ക്രമക്കേടുകളാണ് AG റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗവേണൻസ് സിസ്റ്റത്തിൽ വൻ അഴിമതി, കോടികളുടെ അഴിമതി നടന്നതായി ഈ നിവേദനത്തിലും ഈ AG റിപ്പോർട്ടിലും പറയുന്നു. ഇതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാഹനങ്ങളടക്കം ദുരുപയോഗം ചെയ്തതായും താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നും ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VCക്ക് ലഭ്യമാകാതെ മാസങ്ങളോളം ഈ AG റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതായും ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അധികൃതർ ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നു. എന്തായാലും അടുത്ത ദിവസം നാളെ തന്നെ VC ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഇദ്ദേഹം നാളെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ ഓഫീസിലേക്ക് എത്തും. AG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും. തുടർ നടപടികൾ ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കുമെന്നാണ് നമുക്ക് നിലവിൽ നൽകുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ ഗവർണർക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി. ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.